എടാ താൻ എന്തിൻ്റെ പുറപ്പാടാണ്? അല്ല എന്ത് തെറ്റ് പറഞ്ഞെന്നോ? താനിപ്പം പറഞ്ഞ തെറ്റല്ലേ? എടൂ, തൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യമല്ലേ താനിപ്പോൾ പറഞ്ഞത്? എടൂ, ഓപ്പറേഷൻ എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കും. ആ അപ്പം താനീ ഒന്നും അറിഞ്ഞില്ലേ? എടോ, നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിലേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് പൂക്കളമിട്ടത്തൊക്കെ ആ പത്രത്തിൽ വായിച്ചില്ലേ? അതെ, അവർക്കെതിരെ അതല്ലേ പറഞ്ഞത് ഓപ്പറേഷൻ എന്ന വാക്കായിരിക്കാം. ആ അത് തന്നെ പറഞ്ഞത്. നമ്മൾ ആവശ്യമില്ലാത്ത എൻ്റെ പൊന്നെണ്ണ ആവശ്യമില്ലാത്ത പുലിവാലികൾ പിടിക്കാൻ നിൽക്കരുതേ. ആ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിനെ പോകണ്ടേ? ഇപ്പോഴത്തെ കാര്യം അതെ. അത് പൂക്കളുടെ നിറം മാറ്റാൻ പറ്റുമോ? ആ പൂക്കൾ ഭഗവാന്റെ പാർത്ഥസാരഥി, എൻ്റെ പാർത്ഥസാരഥി എന്തൊക്കെ പറയാനുണ്ട്. ഭഗവാന്റെ രഥത്തിൻ്റെ മുകളിലിരിക്കുന്ന ധ്വജം കാവ്യ നിറമാണ്. അപ്പം നമുക്ക് കാവ്യെന്ന് മിണ്ടരുത്. അത് വന്നാലും കേസാണ്. അതെ അതെ, ലോകത്താദ്യമായിട്ട് പൂക്കളത്തിനെതിരെയും കേസ് വന്നിരിക്കുകയില്ലേ? അപ്പോൾ അതിനകത്ത് ഓപ്പറേഷൻ എന്ന വാക്ക് അത് രാജ്യത്തിന് അഭിമാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. പാകിസ്ഥാനെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത് തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞ കേസായി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ പുലിവാലി പിടിക്കാൻ എന്തിന് പോണെന്നേ? ആവശ്യമില്ലാത്ത കാര്യത്തിനെന്തിന് പോണതേ? പിന്നെ ഫ്ലെക്സുകളൊന്നും സ്വകാര്യ ഭൂമിയിലാണ്. സ്വകാര്യ ഇടത്ത് ഫ്ലെക്സ് വയ്ക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ സ്വകാര്യ ഇടത്ത് ശിവജി രാഷ്ട്രീയക്കാരനാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കേസായെന്നാണ് പറയുന്നത്. കേസ് കയറി മുഴുവപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് മാറ്റി എന്നൊക്കെ പറയുന്നു. എല്ലാം പറയണത് തന്നെ അറിയാം, നമുക്കെന്തരറിയാം. എങ്കിലും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കണ്ടേ. ഇനി താൻ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കരുത്. എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേസായി കഴിഞ്ഞാൽ ആകെ പുലിവാലാവും കേട്ടാ.